السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ആയത്തുൽ കുർസി, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത്. ഖുർആനിലെ ആയത്തുകളുടെ നേതാവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആയത്താണ്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നഹ ഇല്ലാ അൻ യമൂത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കും ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ മരണമല്ലാതെ മറ്റൊന്നും അവൻ്റെ സ്വർഗപ്രവേശനത്തെ തടയുകയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയവന് പിശാചിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷ ലഭിക്കുമെന്നും ഹദീസിൽ കാണാം. ദുന്യവിയും ഉഖ്റവിയുമായ സകല നേട്ടങ്ങളും ലഭിക്കുന്ന ദിവസവും നാം പതിവായി ഓതേണ്ട ആയത്താണ് ആയത്തുൽ കുർസി. ഈ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമെല്ലാം ലഭിക്കണമെങ്കിൽ നമുക്ക് തോന്നും വിധം എങ്ങനെയെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ പോരാ. കാരണം ഇത് ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ഓതണം. ആയത്തുൽ കുർസി ഓതുന്നവൻ നിർബന്ധമായും പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ ആയത്ത് നാം ഓതിപ്പഠിക്കണം. അങ്ങനെ തന്നെ ഓതുകയും ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആയത്തുൽ കുർസി വ്യാഖ്യാന പഠന ക്ലാസ് എന്ന മറ്റൊരു ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും വിവരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കേൾക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് ഈ ആയത്ത് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم. الله لا إله إلا هو. അല്ലാഹ് ഇത് ജലാലത്തിൻ്റെ ഇസ്മാണല്ലോ. ഇവിടെയുള്ള ലാമിനെ തഫ്ഖീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് മൊഴിയേണ്ടത്. അല്ലാഹ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ നന്നായി മദ്ദ് ചെയ്യണം, നീട്ടിയാണ് ഓതേണ്ടത്. ഇല്ലാഹു ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ഇല്ലാഹുവ. ഹുവ എന്ന പദത്തിൽ വഖഫ് ചെയ്യുമ്പോൾ നാം ഓതുമ്പോൾ വഖഫ് ചെയ്തുകൊണ്ട് ഓതണമെന്നല്ല പറയുന്നത്. പക്ഷേ പഠിക്കാൻ വേണ്ടി ഈ ഒരു പദത്തിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇല്ലാഹു, ഇങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. നാം സാധാരണ ഓതുമ്പോൾ അവിടെ ചേർത്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇല്ലാ ഹുവൽ ഹയ്യു, അൽ ഹയ്യു ഹ ആണ്. ഇവിടെ ഹ ആയിട്ടാണ് പലരും ഓതാറുള്ളത്. ഹ അല്ല ഹ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നുമാണ് ഹ ഉച്ചരിക്കേണ്ടത്, ഹ ആയിട്ടല്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഖയ്യൂം ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് അൽ ഖയ്യൂം എന്ന പദത്തിന് മുകളിൽ ഒരു ജീം എഴുതി കൊടുത്തതായി കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? ജീം കണ്ടാൽ അവിടെ വഖഫ് ചെയ്യൽ ജായിസാണ്, അനുവദനീയമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ഓതാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇങ്ങനെ നിർത്തി ഓതാം. അടുത്ത പദം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ലാ തഅഖുദു, തഅഖുദു. ഇവിടെയുള്ള ഹംസയിൽ പലരും ഓതാറുള്ളത് ലാ തഅഖുദുഹു എന്ന്. ഹംസയിൽ ഖൽഖല കൊടുത്തുകൊണ്ടാണ്. അങ്ങനെയല്ല ഓതേണ്ടത്. ലാ തഅഖുദുഹു സിന, തഅഖുദുഹു. ഹ ഇവിടെ അവ്യക്തമായി പോകാൻ പാടില്ല, വ്യക്തമാക്കണം. ലാ തഅഖുദുഹു സിനഹ്, സിനഹ്, സിനതുൻ വലാ നൗം. മണിക്കണം. സിനത്തുൻ തൻവീനാണ്. ശേഷം വാവ് വന്നു. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം വാവ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, ഉന്നത്തോടെ മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. സിനതുൻ വലാ നൗം. അവിടെയും വഖഫ് ചെയ്യാം. കാരണം തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജീം എഴുതി കൊടുത്തതായി നമുക്ക് കാണാമല്ലോ. അവിടെയും വഖഫ് ചെയ്തുകൊണ്ട് ഓതാം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലഹു, ഹ അവ്യക്തമായി പോകാൻ പാടില്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവ്യക്തമായി പോകുന്ന ഹർഫാണ് ഹ. മാ ഫിസ്, മാ ഫി ഫ, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അൽ അർദ് ശ്രദ്ധിക്കണം. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. മൻ ദല്ലദീ ഇവിടെ മണിക്കണം. പ്രത്യേകം ഈ ഒരു പദത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പലരും ഓതാറുള്ളത് മൻ ദല്ലദീ എന്നാണ്. മൻ ദ, ദാലല്ല ദാലാണ്. അതോടൊപ്പം മൻ ദ എന്നുമല്ല ഉച്ചരിക്കേണ്ടത്, ഇഖ്ഫാ ചെയ്യണം. മറച്ചു മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. കാരണം സാക്കിനായ നൂനിൻ്റെ ശേഷം ഇവിടെ ദാലാണ് വന്നത്. സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ദാൽ വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. അതിനാൽ ഇവിടെ പാരായണം ചെയ്യേണ്ട ശരിയായ രൂപം മൻ ദല്ലദീ, മൻ ദ. അപ്പോൾ പറഞ്ഞു വന്നത് ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് ദാലായി തന്നെ മൊഴിയും ചെയ്യണം, ദാലായി പോവാൻ പാടില്ല. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹ്, യശ്ഫഉ ഇൻദഹ്. രണ്ട് ഐനുകൾ അടുത്തു വന്നു. ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. നന്നായി മദ്ദ് ചെയ്യണം. ഇൻദഹു ഇല്ല. മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ വന്നു. അതുകൊണ്ട് തന്നെ അവിടെ നീട്ടണം എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു മദ്ദിൻ്റെ അടയാളവും മുസ്ഹഫിലുണ്ട്. അതിനാൽ ഇവിടെ നീട്ടിയാണ് ഓതേണ്ടത്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. യഅലമു, ഐൻ ശ്രദ്ധിക്കണം. മാ ബൈന ഐദീഹിം, ഹ ആണ്. പലരും ഇവിടെ ഐദീഹിം എന്ന് ഹംസയായി ഉച്ചരിക്കുന്നു. ചിലർ ഇവിടെ ഹ ഇല്ലാത്തതുപോലെ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്ന് ഒരു ശ്രദ്ധയില്ലാതെ ഓതാറുണ്ട്. അതൊക്കെ പിഴവാണ്. ഹ ആയി തന്നെ മൊഴിയണം. ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഓരോ ഹർഫുകളും അതിൻ്റേതായ മഖ്റജ്, സിഫത്ത്, അങ്ങനെയുള്ള നിബന്ധനകളും തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതണം. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും
وما خلفهم يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء ولا يحيطون. ഈ പദവും നാം പാരായണം ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഹാഇനെ ഹാ ആയി പലരും ഓതാറുണ്ട്. വലാ യുഹീത്തൂന, അത് പിഴവാണ്, തെറ്റാണ്. വലാ യുഹി ഹാ ആയി തന്നെ മൊഴിയണം. മറ്റൊന്ന് വലാ യുഹീത്തു ത ആണ്. ഇവിടെ പലരും ഓതാറുള്ളത് വലാ യുഹീത്തു എന്ന് ത ആയാണ്, അതും തെറ്റാണ്. വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമി, അവിടെ മണിക്കണം, ബിശൈഇൻ മിൻ ഇൽമി. മറ്റൊന്ന് മിൻ ഇൽമിഹി ഇല്ല, നന്നായി മദ് ചെയ്യണം, കാരണം മദ്ദിയായ യാഇന് ശേഷം ഹംസ വന്നിരിക്കുന്നു, നന്നായി നീട്ടിയാണ് ഓതേണ്ടത്. മറ്റൊന്ന് ഇല്ലാ ബിമാ ശാ, അവിടെയും നന്നായി മദ് ചെയ്യണം. ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض. وسع ഐനാണ്, ശ്രദ്ധിക്കണം. കുർസിയുഹു ഹ അവ്യക്തമായി പോകാൻ പാടില്ല. കുർസിയുഹു സമാവാത്ത് അസ്സമാവാതി വൽ അർള് വൽ അർള്, ഇവിടെയുള്ള റായിലും കൽക്കല കൊടുത്തുകൊണ്ട് വൽ അർള് എന്നും ഉച്ചരിക്കരുത്. വൽ അർള്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള വലാ യഊദുഹു ഹിഫ്ളുഹുമാ. വലാ യഊദുഹു ഹ അവ്യക്തമായി പോകാൻ പാടില്ല, വ്യക്തമാക്കണം. മറ്റൊന്ന് ഹിഫ്ളുഹുമ ഹ ആണ്. ഇവിടെ പലരും ഹിഫ്ളുഹുമ എന്ന് ഹ ആയി ഉച്ചരിക്കാറുണ്ട്, അത് പിഴവാണ്. മറ്റൊന്ന് ഹിഫ് ഫായിൽ ഖൽഖല കൊടുത്തുകൊണ്ട് വലാ യഊദുഹു ഹിഫ്ളുഹുമ ഹിഫ്ളുഹുമ, അതും ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഹിഫ്ളുഹുമ വലാ യഊദുഹു ഹിഫ്ളുഹുമ. وهو العلي العظيم. വഹുവ ഹ അവ്യക്തമായി പോകാൻ പാടില്ല. അൽ അലിയു ഐനാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അൽ അദീം ഐൻ, അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ ആയത്തുൽ കുർസി നാം പാരായണം ചെയ്യുമ്പോൾ നിർബന്ധമായും പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുൽ കുർസിയുടെ എല്ലാ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ലഭിക്കുന്ന രൂപത്തിൽ തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് നമുക്ക് പാരായണം ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.